പണ്ട് ആകാശത്ത് ഒരുപാട് മഴത്തുള്ളികൾ താമസിച്ചിരുന്നു. ശോഭയാർന്ന ഇത്തരമൊരു നീലക്കൊട്ടാരത്തിൽ ജീവിക്കുന്നതിലും അവർ സന്തുഷ്ടരായിരുന്നു. അവരുടെ നാളുകൾ സന്തോഷവും കളിയും ചിരിയും മേഘങ്ങളിൽ ചുറ്റിത്തിരിയുന്നതും നിറഞ്ഞതായിരുന്നു. നിങ്ങൾ കാത്തിരുന്ന് കാണുക, ഇന്ന് ഞാൻ ഡ്യൂപ്പിയെ 9ാം മേഘത്തിലേക്കുള്ള ഓട്ടോ മത്സരത്തിൽ പരാജയപ്പെടുത്തും, ഒരു തുള്ളി പറഞ്ഞു. മറ്റൊരു തുള്ളി പറഞ്ഞു, ഞാനും എന്റെ കൂട്ടുകാരും ഫ്ലഫി മേഘത്തിലെ പർവ്വതങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ പോകുന്നു. മൂന്നാമതൊരു തുള്ളി പറഞ്ഞു, സൂര്യപ്രകാശത്തിലെ 7 നിറങ്ങൾ കൊണ്ട് ഞങ്ങൾ പടം വരയ്ക്കാൻ പോകുന്നു. ഓ, ചെറിയ തുള്ളികളായതിൽ നാം ഭാഗ്യമുള്ളവരാണ്. എന്നാൽ റെയിനി എന്ന മഴത്തുള്ളി അവരെ തടഞ്ഞു. നിൽക്കൂ, ഇന്ന് ചെയ്യാൻ നമുക്ക് കുറച്ച് ജോലികളുണ്ട്. റെയിനി താഴേക്ക് വിരൽ ചൂണ്ടി. ആ മരങ്ങളിലെ ഇലകളൊക്കെ പൊടിയും അഴുക്കും നിറഞ്ഞതായി മാറിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ വെള്ളക്കുഴി വല്ലാതെ ചെറുതായ പോലെയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങേണ്ട സമയമാണ്. നാളെ പോയാൽ പോരെ എന്ന് മറ്റു തുള്ളികൾ ചോദിച്ചെങ്കിലും എല്ലാവരും ചേർന്ന് ജോലി ചെയ്താൽ അത് രസകരമായിരിക്കുമെന്നും ഭൂമിയിലെ കൂട്ടുകാർക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്നും റെയിനി അവരെ ബോധ്യപ്പെടുത്തി. റെയിനി വിസിലടിച്ച് എല്ലാ മേഘങ്ങളിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് മഴത്തുള്ളികളെ വിളിച്ചുകൂട്ടി. ഭൂമിയുടെ അവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും സഹായിക്കാൻ തയ്യാറായി. 10 എണ്ണുന്നതിനോടൊപ്പം എല്ലാ മഴത്തുള്ളികളും ഭൂമിയിലേക്ക് എടുത്തു ചാടി. ആയിരക്കണക്കിന് തുള്ളികൾ ചേർന്ന് വലിയ മഴയായി. മരങ്ങളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും മഴയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. വേനൽ ചൂടിൽ വലഞ്ഞിരുന്ന ആനയും ജിറാഫും പക്ഷികളുമെല്ലാം ദാഹം തീർത്തു. മണ്ണിൽ മഴ പെയ്തപ്പോൾ മനോഹരമായ ഗന്ധമുയർന്നു. മഴത്തുള്ളികൾ ചെറിയ അരുവികളായി മാറി നദികളിൽ ചേർന്നു. കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർക്കും കൃഷിസ്ഥലങ്ങൾക്കും ഈ മഴ വലിയ ആശ്വാസമായി. ഒടുവിൽ അവർ ഒഴുകി വലിയ മഹാസമുദ്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ തിരമാലകളിൽ നീന്തിത്തുടിച്ചു. ഭൂമിയിലെ ജോലി കഴിഞ്ഞപ്പോൾ അവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സൂര്യനെത്തി. സൂര്യകിരണങ്ങൾ സമുദ്രത്തിൽ പതിച്ചപ്പോൾ തുള്ളികൾ ഓരോന്നായി അതിൽ കയറി ആകാശത്തെ തങ്ങളുടെ മേഘവീടുകളിലേക്ക് മടങ്ങിപ്പോയി. എല്ലാവരും ചേർന്ന് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചാൽ ജോലി രസകരമായിരിക്കുമെന്നും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്നും മഴത്തുള്ളികൾ നമുക്ക് കാണിച്ചു തന്നു.